നമസ്കാരം. പേജ് 3 സിനിമാ വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. കറുപ്പിന് ഏഴഴകുണ്ടെന്ന് തമിഴ് മലയാളം സിനിമകളിൽ തെളിയിച്ച ആ ഒരു പഴയ സുന്ദരിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാഫിയയിലെയും ജോണി വാക്കറിലെയും ആ തൻ്റെടിയായ നായിക, അതെ, രഞ്ജിതയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. വെള്ളിത്തിരയിൽ തിളങ്ങി നിന്ന ഒരു നായിക എങ്ങനെയാണ് ഇതുപോലെ ഇപ്പോഴുള്ള അവസ്ഥയിൽ വിവാദങ്ങളുടെ തോഴിയായി മാറിയത്? ഗ്ലാമർ വേഷങ്ങളിൽ നിന്ന് കാവ്യ വസ്ത്രത്തിലേക്കുള്ള ആ മാറ്റത്തിന് പിന്നിലെ കഥകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആന്ധ്രാപ്രദേശിൽ ജനിച്ച ശ്രീവല്ലി എന്ന പെൺകുട്ടി വോളിബോൾ കോർട്ടിലെ കരുത്തുറ്റ താരമായിരുന്നു. ദേശീയ തലത്തിൽ വരെ തിളങ്ങിയ ശേഷമാണ് രഞ്ജിത എന്ന പേരിൽ അവർ സിനിമയിലെത്തുന്നത്. ഭാരതി രാജയുടെ നാടോടി തെൻട്രൽ എന്ന ചിത്രം രഞ്ജിതയുടെ കരിയർ അപ്പാടെ മാറ്റിമറിച്ചു. തമിഴിലെ പ്ലേ ബോയ് എന്ന് അറിയപ്പെട്ടിരുന്ന കാർത്തിക്കിനൊപ്പമുള്ള ആ ചിത്രത്തിലെ ചൂടേറിയ രംഗങ്ങളും ഗ്ലാമർ വേഷങ്ങളും അന്ന് വലിയ ചർച്ചയായിരുന്നു. കാർത്തിക്കിനൊപ്പം രഞ്ജിത പ്രണയത്തിലാണെന്നും ഇവർ വിവാഹിതരാകാൻ പോകുന്നുവെന്നും അന്ന് തമിഴ് മഞ്ഞപ്പത്രങ്ങൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിരുന്നു. മലയാള സിനിമയിലേക്ക് രഞ്ജിത എത്തിയത് സുരേഷ് ഗോപിയുടെ നായികയായി മാഫിയയിലൂടെയാണ്. പിന്നീട് മമ്മൂട്ടിക്കൊപ്പം ജോണി വാക്കർ, മോഹൻലാലിനൊപ്പം യാത്രാമൊഴി, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നിങ്ങനെ വലിയ ഒരു നിര സിനിമകൾ തന്നെ രഞ്ജിതയ്ക്കുണ്ടായിരുന്നു. ചമയം, സിന്ദൂരരേഖ തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ അവർ തൻ്റെ അഭിനയ പ്രാവീണ്യവും തെളിയിച്ചു. എന്നാൽ അഭിനയത്തെക്കാളുപരി രഞ്ജിതയുടെ സ്വകാര്യ ജീവിതത്തിലേക്കായിരുന്നു ഗോസിപ്പ് കോളങ്ങളുടെ കണ്ണുകൾ എപ്പോഴും നീണ്ടിരുന്നത്. അഥവാ അതിനുള്ള കാരണങ്ങൾ രഞ്ജിത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. 2001 സൈനിക ഉദ്യോഗസ്ഥനായ രാകേഷ് മേനോനുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞതോടെയാണ് രഞ്ജിതയുടെ ജീവിതം മറ്റൊരു വഴിത്തിരിയിലേക്ക് കടക്കുന്നത്. ആത്മീയതയുടെ പാത തേടിയ അവർ എത്തിപ്പെട്ടത് ആൾദൈവം നിത്യാനന്ദയുടെ സന്നിധിയിലാണ്. എന്നാൽ 2010 പുറത്തു വന്ന ഒരു വീഡിയോ ലോകത്തെ അപ്പാടെ ഞെട്ടിച്ചു. സൺ TV പുറത്തുവിട്ട ആ കിടപ്പറ ദൃശ്യങ്ങൾ രഞ്ജിതയുടെയും നിത്യാനന്ദയുടെയും ജീവിതം അപ്പാടെ തകിടം മറിച്ചു. ആ വീഡിയോ കൃത്രിമമാണെന്ന് അവർ ആണയിട്ട് വാദിച്ചെങ്കിലും ഫോറൻസിക് റിപ്പോർട്ടുകൾ അവർക്ക് വിനയായി മാറി. ഇന്ന് രഞ്ജിത എവിടെയാണ്? നിത്യാനന്ദ സൃഷ്ടിച്ച കൈലാസം എന്ന സാങ്കല്പിക രാജ്യത്തെ മാ ആനന്ദമയി ആണ് അവരിന്ന്. ഇന്ത്യയിലെ വിവിധ കേസുകളിൽ പ്രതിയായ നിത്യാനന്ദയ്ക്കൊപ്പം അജ്ഞാത കേന്ദ്രത്തിൽ കഴിയുന്ന രഞ്ജിത ഇപ്പോൾ നിത്യാനന്ദയുടെ സഭയിലെ ഏറ്റവും വലിയ ആത്മീയ മാതാവാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ നിത്യാനന്ദയ്ക്ക് ഒത്താശ നൽകി എന്ന അതിഗുരുതരമായ ആരോപണവും ഇപ്പോൾ ഇവർക്കെതിരെയുണ്ട്. സിനിമയിലെ ഗ്ലാമർ രഞ്ജിതയിൽ നിന്ന് കൈലാസത്തിലെ ആത്മീയ മാതാവിലേക്കുള്ള ഈ ദൂരം, ഈ മാറ്റം, അത് അവിശ്വസനീയമാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. സെലിബ്രിറ്റികളുടെ ഇത്തരം രഹസ്യങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഫോളോ ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.